കാടിനുള്ളിൽ നിന്നും മണ്ണ് നീക്കുന്നതിനിടയിലും മറ്റും ക്ഷേത്രാവശിഷ്ടങ്ങളും വിഗ്രഹങ്ങളും കണ്ടെത്തിയ വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ കണ്ടെത്തുന്ന ക്ഷേത്രങ്ങൾ നവീകരിച്ചതും വിഗ്രഹങ്ങൾ പുനഃപ്രതിഷ്ഠ നടത്തിയ കഥകളും നിരവധിയാണ്. ഇപ്പോഴിതാ ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഒരു പ്രതിഷ്ഠ നടത്തിയ വാർത്തയാണ് പുറത്തുവരുന്നത്. എന്നാൽ പ്രതിഷ്ഠ നടത്തിയത് ഒരു വിഗ്രഹമല്ല, ഉരുളക്കിഴങ്ങാണ്. ബറേലിയിലെ കൈമ ഗ്രാമത്തിലെ വയലിൽ നിന്ന് കുഴിച്ചെടുത്ത ഉരുളക്കിഴങ്ങിന് ഭഗവാൻ വിഷ്ണുവിന്റെ സാദൃശ്യം കണ്ടതിനാലാണ് സാമ്പലിലെ തുളസി മാനസ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത്. വിഷ്ണുവിന്റെ അവതാരങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം എന്നീ അവതാരങ്ങളുടെ രൂപമുണ്ടെന്ന് പറയപ്പെടുന്ന ഉരുളക്കിഴങ്ങാണ് ക്ഷേത്രത്തിലുള്ളത്. വയലിൽ വിളവെടുക്കുന്നതിനിടെ രാംപ്രകാശ് എന്ന കർഷകനാണ് കഴിഞ്ഞ ദിവസം ഈ ഉരുളക്കിഴങ്ങ് ലഭിച്ചത്. രൂപത്തിലെ വ്യത്യാസം ശ്രദ്ധിച്ചതിനാൽ തുളസി മാനസ ക്ഷേത്രത്തിൽ കൊടുക്കുകയായിരുന്നു. ദീർഘനേരത്തെ പരിശോധനയ്ക്ക് ശേഷം തന്ത്രി ശങ്കർലാൽ ഇതിനെ ശ്രീരാമ വിഗ്രഹത്തിനടുത്തായി പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഭഗവാൻ കൽക്കി സംഭാലിൽ അവതരിക്കാൻ പോകുന്നതിന്റെ അടയാളമാണ് ഈ ഉരുളക്കിഴങ്ങെന്നാണ് തന്ത്രി പറയുന്നത്. ഉരുളക്കിഴങ്ങിലെ മത്സ്യസമാന ഭാഗം വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ആദ്യത്തേതായ മത്സ്യാവതാരത്തെ പ്രതിനിധീകരിക്കുന്നതായി കൽക്കി നിർമ്മാൺ ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ ആചാര്യ പ്രമോദ് കൃഷ്ണം പറഞ്ഞു. ആമ രണ്ടാമത്തേതായ കൂർമ്മവും പന്നി മൂന്നാമത്തേതായ വരാഹവുമാണ്. സംഭാലിലാണ് കൽക്കി അവതരിക്കുക. ദിവ്യശക്തി എത്താൻ പോകുമ്പോഴെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വാസമുള്ളവർ അതിൽ വിശ്വസിക്കുന്നു, നിരീശ്വരവാദികൾ വിശ്വസിക്കില്ല. ഹോളിക്ക് മുമ്പ് ഇത് സംഭവിച്ചത് കൽക്കിയുടെ വരവിന്റെ സൂചനയാണ്. പ്രവചനങ്ങൾ പാലിക്കപ്പെടുമെന്നും ആചാര്യ പ്രമോദ് കൃഷ്ണം പറഞ്ഞു. വിഷ്ണുവിന്റെ അവതാരങ്ങളുടെ രൂപമുള്ള ഉരുളക്കിഴങ്ങ് ക്ഷേത്രത്തിലുണ്ടെന്ന വാർത്ത അതിവേഗമാണ് പ്രചരിച്ചത്. ഇതോടെ നിരവധി ഭക്തരാണ് ഈ ഉരുളക്കിഴങ്ങ് കാണാൻ ദിനംപ്രതി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്.